ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ്. ഈ ഓർമ്മ ആഘോഷിക്കുന്നതിൻ്റെ നിലവുകളാൽ വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യകാമറിയത്തിൻ്റെ സമർപ്പണം യഹൂദ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിന് കാഴ്ചവെക്കുക വളരെ സർവ്വസാധാരണമായിരുന്നു. ചിലർ തങ്ങളുടെ കുട്ടികളെ ദേവാലയത്തിൽ പുരോഹിതരുടെ സംരക്ഷണത്തിൽ ഭക്തസ്ത്രീകളുടെ മേൽനോട്ടത്തിൽ താമസിക്കാറുള്ളത് പതിവായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഒരു ആചാര അനുഷ്ഠാനം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏലി എന്ന പുരോഹിതൻ്റെ കൂടെ താമസിക്കുന്ന സാമുവേൽ എന്ന ബാലൻ, 1 സാമുവേലിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തുടർന്ന് ചില ഭാഗങ്ങളിൽ പല വ്യക്തികളും ദേവാലയത്തോട് ചേർന്ന് ദേവാലയത്തിൽ താമസിക്കുന്നതായിട്ട് വചനം സാക്ഷിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 2-ാം വാക്യത്തിലും 2 ദിനവൃത്താന്തം 22-ാം അധ്യായം 11-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യത്തിലും ഏതാനും ചില വ്യക്തികളെ നാം അവിടെ കണ്ടുമുട്ടുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചുവെന്നാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അമലോത്ഭവയായ കുഞ്ഞുമറിയം പ്രസാദവരപൂർണയായിരുന്നു. മാലാഖമാരുടെ വിസ്മയ പാത്രമായിരുന്നു. പരിശുദ്ധ മറിയം ഒരിക്കൽ വിശുദ്ധ ബ്രിജിറ്റിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ സമർപ്പിതയായി ജീവിച്ചിരുന്ന കാലത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: വരാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുള്ളതായി വിശുദ്ധ ബ്രിജിറ്റിന് വെളിപ്പെടുത്തി. എന്നാൽ മാതാവിൻ്റെ സമർപ്പണ ജീവിതം ദൈവമാതാവിൻ്റെ ദാസിയാകാനുള്ള വിളിയായിരുന്നില്ല, മറിച്ച് ദൈവപുത്രൻ്റെ അമ്മയാകാൻ, ദൈവപുത്രൻ്റെ കുടുംബത്തിലെ അംഗമാകാനുള്ള വിളിയായിരുന്നു. മാതാവിൻ്റെ സമർപ്പണ തിരുനാളിൻ്റെ നിലവുകളാൽ നമുക്ക് സുവിശേഷ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ധ്യാന വചനം. യേശു തൻ്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യേശു സ്വപ്നം കാണുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. രക്തബന്ധങ്ങളെക്കാൾ ദൈവഹിത ബന്ധങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും യേശുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർക്കുന്നത്. ജനക്കൂട്ടവും ശിഷ്യഗണവും തമ്മിലുള്ള വ്യത്യാസം മത്തായി സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷതയാണ്. ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ച് യേശുവിൻ്റെ കുടുംബ ബന്ധത്തെ പറ്റി പറയുകയാണ്. യേശുവിൻ്റെ ഈ പുതിയ കുടുംബ ബന്ധത്തിലെ അംഗങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് വഴിയാണ് യേശുവിൻ്റെ ഈ കുടുംബത്തിലെ അംഗങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് വഴിയാണ് നാം ഓരോരുത്തരും യേശുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റൽ തന്നെയാണ് യേശുവിൻ്റെ കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത്. പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണവും ദൈവ ഇഷ്ടത്തിനായിരുന്നു, ദൈവഹിതത്തിനായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ദൈവപിതാവിൻ്റെ പ്രിയ പുത്രിയായി തീർന്നത്, ദൈവപുത്രൻ്റെ അമ്മയായി തീർന്നത്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി തീർന്നത്. സഭയുടെ അമ്മയായതും സ്ത്രീകളിൽ അനുഗ്രഹീതയായതും അതുകൊണ്ട് തന്നെയാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ത്രിയേക ദൈവം അവരോധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ പുതിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവഹിതത്തിന്, ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമുക്ക് നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവരാകാം. പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും വചനധ്യാനത്തിലൂടെയും മറ്റു കൂദാശകൾ സ്വീകരിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും നമുക്ക് നമ്മെ തന്നെ ദൈവഹിതത്തിനായി, ദൈവ ഇഷ്ടത്തിനായി, യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമാകാനായി നമുക്ക് സമർപ്പിക്കാം. ക്രൈസ്തവർ ജീവിക്കുന്ന ഓരോ ജീവിതാന്തസ്സും സമർപ്പണ ജീവിതമാണ്. കുടുംബജീവിതമായിക്കൊള്ളട്ടെ, പൗരോഹിത്യ ജീവിതമായിക്കൊള്ളട്ടെ, സന്യാസ ജീവിതമായിക്കൊള്ളട്ടെ, ഇവയെല്ലാം സമർപ്പണ ജീവിതമാണ്. നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.